ടൈപ്സ് ഓഫ് സെറ്റ്. പലതരം സെറ്റുകളുണ്ട്. അത് ഏതൊക്കെയാണെന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. എംപ്റ്റി സെറ്റ് ഓർ നൾ സെറ്റ്, ശൂന്യഗണം എന്ന് പറയും. പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും സെറ്റില് എലിമെന്റ്സ് ഒന്നും ഇല്ലാത്തതാണ് എംപ്റ്റി സെറ്റ് അഥവാ നൾ സെറ്റ് എന്ന് പറയുന്നത്. സെറ്റ് വിത്ത് നോ എലിമെന്റ്സ്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ആസ് ബ്രാക്കറ്റ്സ് മാത്രമായിട്ട്, ബ്രാക്കറ്റിനകത്ത് ഒന്നും സംഖ്യകളോ ഒന്നും എഴുതാതെ അല്ലെങ്കിൽ എലിമെന്റ്സ് ഒന്നും എഴുതാതെ വെറുതെ ബ്രാക്കറ്റ് മാത്രം ഇട്ടാൽ അത് എംപ്റ്റി സെറ്റിന്റെ സിമ്പലാണ്. കൂടാതെ ഗ്രീക്ക് ലെറ്റർ ആയ ഫൈ, PHI എന്നാണ് ഫൈ, ഈ സിമ്പലും നൾ സെറ്റിനെ ഡിനോട്ട് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഉദാഹരണം, ദ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ബിറ്റ്വീൻ 1 and 2. 1നും 2നും ഇടയ്ക്കുള്ള നാച്ചുറൽ നമ്പർ, എണ്ണൽ സംഖ്യ. 1നും 2നും ഇടയ്ക്ക് എണ്ണൽ സംഖ്യ വേറെ ഉണ്ടോ? ഇല്ല. അപ്പൊ ഈ സെറ്റ് എന്താണ്? ഒരു എംപ്റ്റി സെറ്റിന് ഉദാഹരണമാണ്. സെറ്റിൽ അംഗങ്ങളില്ല, അതായത് അതൊരു എംപ്റ്റി സെറ്റാണ്. രണ്ടാമത്തത് സിംഗിൾട്ടൺ സെറ്റ്. ഒരു എലിമെന്റ് മാത്രമുള്ള സെറ്റിനെയാണ് സിംഗിൾട്ടൺ സെറ്റ് എന്ന് പറയുക. സെറ്റ് വിത്ത് ഓൺലി 1 element. എക്സാമ്പിൾ, ദ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ബിറ്റ്വീൻ 1 and 3. 1നും 3ക്കും ഇടയ്ക്കുള്ള നാച്ചുറൽ നമ്പർ ഏതാണ്? 2. അപ്പൊ ഈ സെറ്റ് എന്ന് പറയുന്നത് സെറ്റ് 2 എന്നാണ് വരിക. അതായത് ഒരു ഒറ്റ എലിമെന്റ് മാത്രമുള്ള സെറ്റിനെയാണ് സിംഗിൾട്ടൺ സെറ്റ് എന്ന് പറയുന്നത്. അടുത്തത് ഫൈനൈറ്റ് സെറ്റ്. സെറ്റ് വിത്ത് ഫൈനൈറ്റ് നമ്പർ ഓഫ് എലിമെന്റ്സ്. എണ്ണിയെടുക്കാൻ പറ്റുന്നത്ര അംഗങ്ങളുള്ള സെറ്റിനെയാണ് ഫൈനൈറ്റ് സെറ്റ് എന്ന് പറയുന്നത്. എലിമെന്റ്സിന്റെ എണ്ണം കൃത്യമായി പറയാൻ പറ്റുന്ന സെറ്റുകൾ. ഉദാഹരണത്തിന് സെറ്റ് 1, 2, 3, 4. ഈ സെറ്റിൽ എത്ര എലിമെന്റ്സ് ആണ് നമുക്ക് പറയാൻ പറ്റില്ലേ? 4 എലിമെന്റ്സ് ആണുള്ളത്. അപ്പൊ ഈ രീതിയിലുള്ള സെറ്റുകളെയാണ് നമ്മൾ ഫൈനൈറ്റ് സെറ്റ് എന്ന് പറയുന്നത്. അടുത്തത് ഇൻഫിനിറ്റ് സെറ്റ്. സെറ്റ് വിത്ത് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് എലിമെന്റ്സ്. എണ്ണിയാൽ ഒടുങ്ങാത്ത അംഗങ്ങളുള്ള സെറ്റിനെയാണ് ഇൻഫിനിറ്റ് സെറ്റ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. എണ്ണൽ സംഖ്യകൾ എന്ന് പറയുന്നത് അവസാനിക്കുന്നുണ്ടോ? ഇല്ല. നമുക്ക് എത്ര എണ്ണൽ സംഖ്യകൾ ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് സെറ്റിന് ഉദാഹരണമാണ്. എല്ലാ നമ്പർ സെറ്റുകളും, അതായത് സെറ്റ് ഓഫ് ഹോൾ നമ്പേഴ്സ്, സെറ്റ് ഓഫ് ഇന്റിജേഴ്സ്, സെറ്റ് ഓഫ് ഇറാഷണൽ നമ്പേഴ്സ്, സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സ്, സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്, ഇവയെല്ലാം തന്നെയും ഇൻഫിനിറ്റ് സെറ്റിന് ഉദാഹരണങ്ങളാണ്. അടുത്തത് ഈക്വൽ സെറ്റ്. Two sets are said to be equal if the number of elements and the elements are the same. അതായത് രണ്ട് സെറ്റുകൾ തുല്യമാകണമെങ്കിൽ അവയിലെ എലിമെന്റ്സിന്റെ എണ്ണവും എലിമെന്റ്സും സെയിം ആയിരിക്കണം. രണ്ട് കാര്യങ്ങളാണുള്ളത്. നമ്പർ ഓഫ് എലിമെന്റ്സ്, എലിമെന്റ്സിന്റെ എണ്ണം, ആൻഡ് എലിമെന്റ്സ് ആർ ദ സെയിം. രണ്ട് സെറ്റിലെ എലിമെന്റ്സും സെയിം ആയിരിക്കണം അല്ലെങ്കിൽ തുല്യമായിരിക്കണം. അങ്ങനെയാണെങ്കിൽ സെറ്റുകളെ ഈക്വൽ സെറ്റുകൾ എന്ന് വിളിക്കാൻ പറ്റും. എക്സാമ്പിൾ, A is equal to set 1, 2, 3, 4. 4 എലിമെന്റ്സ് ഉണ്ട്. B എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ എക്സ് ദാറ്റ് എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 5. 5ൽ താഴെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 1, 2, 3, 4. അപ്പൊ എയിലെയും ബിയിലെയും എലിമെന്റ്സ് സെയിം ആണ്. ഒപ്പം രണ്ട് സെറ്റിലെയും എലിമെന്റ്സിന്റെ എണ്ണവും തുല്യമാണ്. 4ന് തുല്യമല്ലേ? അതായത് A is equal to B ആണ്. അടുത്തത് ഇക്വലന്റ് സെറ്റ്. രണ്ട് സെറ്റുകൾ ഇക്വലന്റ് ആവുന്ന തരത്തിൽ. 2 sets are equivalent if the number of elements are the same. രണ്ട് സെറ്റുകൾ ഇക്വലന്റ് ആകണമെങ്കിൽ അവയിലെ എലിമെന്റ്സിന്റെ എണ്ണം തുല്യം ആയാൽ മതി. എലിമെന്റ്സ് തുല്യമാകണമെന്നില്ല. ഇക്വലന്റ് സെറ്റിന്റെ എലിമെന്റ്സിന്റെ എണ്ണം തുല്യമായാൽ മതി. നമ്പർ ഓഫ് എലിമെന്റ്സ് ആർ ദി സെയിം. എക്സാമ്പിൾ, സെറ്റ് A is equal to set 1, 2, 3, 4 and B is equal to set ABCD. രണ്ടിൽ എത്ര എലിമെന്റ്സ് വീതമാണുള്ളത്? 4 എലിമെന്റ്സ് വീതമാണുള്ളത്. അപ്പൊ എയും ബിയും എന്ത് സെറ്റുകളാണ്? ഇക്വലന്റ് സെറ്റുകളാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവയിലെ എലിമെന്റ്സ് സെയിം അല്ല, വ്യത്യസ്തമാണ്. ഈ പ്രോബ്ലംസ് ആണ്. ആദ്യത്തെ ചോദ്യം, സ്റ്റേറ്റ് വിച്ച് ഓഫ് ദി ഫോളോയിങ് സെറ്റ് ആർ ഫൈനൈറ്റ് ഓർ ഇൻഫിനിറ്റ്. താഴെ പറയുന്നതിൽ ഏതൊക്കെയാണ് ഫൈനൈറ്റ് സെറ്റ് അല്ലെങ്കിൽ ഇൻഫിനിറ്റ് സെറ്റ് എന്ന് പറയണം. ഒന്നാമത്തെ ചോദ്യം, സെറ്റ് ഓഫ് ഓൾ എക്സ് ദാറ്റ് എക്സ് ഇസ് ആൻ എലിമെന്റ് ഓഫ് n ആൻഡ് x square minus 3x plus 2 equal to 0. എക്സ് ഒരു നാച്ചുറൽ നമ്പർ ആയിരിക്കണം. അതുപോലെ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയും വേണം. x square minus 3x plus 2 equal to 0 ആയിരിക്കുകയും വേണം. ഇവിടെ നമുക്ക് നോക്കിയാൽ സമ്മ്, രണ്ട് സംഖ്യകളുടെ സമ്മ് 3ഉം പ്രോഡക്റ്റ് 2ഉം വരുന്ന സംഖ്യകൾ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ 1ഉം 2ഉം ആണെന്ന് മനസ്സിലാവും. 1 plus 2 3 ആണ്, 1 into 2 2 ആണ്. അപ്പൊ x square minus 3x plus 2 എന്നുള്ളതിനെ x minus 1 into x minus 2 എന്ന് നമുക്ക് എഴുതാം. അതായത് ഫാക്ടറൈസ് ചെയ്യുന്നതാണിത്. x minus 1 into x minus 2 equal to 0. അത് ഇന്ന് എക്സിന്റെ വില 1ഉം 2 എന്നും കിട്ടും. ഈ 1ഉം 2ഉം നാച്ചുറൽ നമ്പേഴ്സ് അല്ലേ? അപ്പൊ സെറ്റ് ഓഫ് ഓൾ എക്സ് ദാറ്റ് എക്സ് എലിമെന്റ് ഓഫ് n ആൻഡ് x square minus 3x plus 2 equal to 0 എന്ന് പറയുന്നത് സെറ്റ് ഏതായി? സെറ്റ് 1, 2 ആയി. ഇതിനകത്ത് നമ്പർ ഓഫ് എലിമെന്റ്സ് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നില്ലേ? എത്ര എലിമെന്റ്സ് ഉണ്ട്? 2 എലിമെന്റ്സ്. അപ്പൊ ഇതെന്ത് സെറ്റാ? വിച്ച് ഇസ് എ ഫൈനൈറ്റ് സെറ്റ്.
രണ്ടാമത്തത് സെറ്റ് ഓഫ് ഓൾ എക്സ് ഇസ് ദാറ്റ് എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ ആൻഡ് എക്സ് ഇസ് ഈവൻ. എക്സ് ഒരു നാച്ചുറൽ നമ്പർ ആയിരിക്കണം, കൂടാതെ ഈവൻ നമ്പറും ആയിരിക്കണം. തീർച്ചയായിട്ടും നമുക്ക് അറിയാവുന്ന സെറ്റാണത്. സെറ്റ് 2, 4, 6, 8 എക്സെട്ര. അതായത് ഈ ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്ന ഒരു സെറ്റാണ്. അതിനൊരു അവസാനമില്ലാത്ത സെറ്റാണ് എന്ന് പറഞ്ഞാൽ അത് ഇൻഫിനിറ്റ് സെറ്റിന് ഉദാഹരണമാണ്. അടുത്തത് സെറ്റ് ഓഫ് ഓൾ എക്സ് ഇസ് ദാറ്റ് എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ ആൻഡ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു -2. നാച്ചുറൽ നമ്പർ ആയിരിക്കണം, കൂടാതെ ആ നാച്ചുറൽ നമ്പറിനെ സ്ക്വയർ ചെയ്താൽ നമുക്ക് -2 കിട്ടണം. ഏതെങ്കിലും നാച്ചുറൽ നമ്പറിനെ സ്ക്വയർ ചെയ്താൽ നമുക്ക് -2 കിട്ടുമോ? ഇല്ല. എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു -2 എന്ന് പറഞ്ഞാൽ എക്സിന്റെ വില √2 എന്നാണ് വരുന്നത്. √2 എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പറും അല്ല, റിയൽ നമ്പറും അല്ല. എക്സ് സ്ക്വയർ ഈക്വൽ ടു -2 implies x is equal to √2 which is not a natural number. Hence the set is empty and it is a finite set. ഒരു നാച്ചുറൽ നമ്പറിന്റെ സ്ക്വയർ -2 വരുന്നതൊക്കെ രീതിയിൽ ഒറ്റ നാച്ചുറൽ നമ്പർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ആ സെറ്റ് എംപ്റ്റി സെറ്റ് ആണ്. എംപ്റ്റി സെറ്റ് എപ്പോഴും ഫൈനൈറ്റ് സെറ്റാണ്. രണ്ടാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ എക്സാമ്പിൾസ് ഓഫ് നൾ സെറ്റ്? താഴെ പറയുന്നതിൽ ഏതൊക്കെയാണ് നൾ സെറ്റ് അല്ലെങ്കിൽ എംപ്റ്റി സെറ്റിന് ഉദാഹരണം എന്ന് പറയാം. സെറ്റ് ഓഫ് ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ഡിവിസിബിൾ ബൈ 2. ഓഡ് എന്ന് പറയുമ്പോൾ ഒറ്റ സംഖ്യ. ഒറ്റ സംഖ്യ നമ്മൾ ഡെഫിനിഷൻ എന്താ പറയുക? 2 കൊണ്ട് ഭാഗിക്കാൻ പറ്റാത്ത സംഖ്യകളാണ്. അപ്പോൾ സെറ്റ് ഓഫ് ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ഡിവിസിബിൾ ബൈ 2 എന്ന് പറയുന്ന സെറ്റിനകത്ത് എലിമെന്റ്സ് ഉണ്ടാവുമോ? ഇല്ല. അപ്പോൾ ആദ്യത്തെ സെറ്റ്, there is no odd natural number that is divisible by 2, hence it is a null set. അംഗങ്ങളൊന്നും തന്നെ ഇല്ല. ഒരു ഓഡ് നമ്പറിനെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഈ സെറ്റിൽ അംഗങ്ങളില്ല എന്നർത്ഥം. അതായത് സെറ്റ് നൾ സെറ്റ് അല്ല. സെറ്റ് നൾ സെറ്റ് ആണ്, സോറി, സെറ്റ് ഇസ് എ നൾ സെറ്റ്. അടുത്തത് സെറ്റ് ഓഫ് ഈവൻ പ്രൈം നമ്പേഴ്സ്. ഈവൻ പ്രൈം നമ്പേഴ്സ്. പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പ്രൈം നമ്പർ ഏറ്റവും ചെറിയ പ്രൈം നമ്പർ 2 ആണ്. അതുപോലെ 2 ആണ് ഈവൻ ആയിട്ടുള്ള ഒരേ ഒരു പ്രൈം നമ്പർ. അപ്പോൾ സെറ്റ് ഓഫ് ഈവൻ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത് സെറ്റ് 2 ആണ്. 2 is the only even prime number. The set is set 2 and it is not empty. ഇതിനകത്ത് ഒരു എലിമെന്റ് ഇല്ലേ, അപ്പോൾ ഇത് എംപ്റ്റി ആവുമോ? അപ്പോൾ ഇത് നൾ സെറ്റിന് ഉദാഹരണം അല്ല എന്ന് കിട്ടി. അടുത്തത് സെറ്റ് ഓഫ് ഓൾ എക്സ് ഇസ് ദാറ്റ് എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ ആൻഡ് എക്സ് ഇസ് ലെസ് ദാൻ 5 ആൻഡ് എക്സ് ഗ്രേറ്റർ ദാൻ 7. എക്സ് ഒരു നാച്ചുറൽ നമ്പർ ആയിരിക്കണം, 5നേക്കാൾ ചെറുതായിരിക്കണം, ഒപ്പം 7നേക്കാൾ വലുതുമായിരിക്കണം. അങ്ങനെ ഏതെങ്കിലും ഒരു നാച്ചുറൽ നമ്പർ ഉണ്ടോ? 5നേക്കാൾ ചെറുതും 7നേക്കാൾ വലുതുമായിട്ടുള്ള നാച്ചുറൽ നമ്പർ കണ്ടെത്താൻ പറ്റുമോ? ഇല്ല. എന്ന് പറയുമ്പോൾ ഈ സെറ്റിൽ അംഗങ്ങളുണ്ടോ? ഇല്ല. ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് ആൻ എംപ്റ്റി സെറ്റ് ഓർ നൾ സെറ്റ്. അടുത്തത് സെറ്റ് ഓഫ് ഓൾ y such that y is a point common to any two non-coincident parallel lines. പാരലൽ ലൈൻസ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, റെയിൽപാളം പാരലൽ ലൈൻസിന്റെ ഉദാഹരണമാണ്. കറണ്ട് കമ്പി, അതൊക്കെ പാരലൽ ലൈൻസിന്റെ ഉദാഹരണമാണ്. നോൺ കോയിൻസിഡന്റ് പാരലൽ ലൈൻസ് എന്ന് പറഞ്ഞാൽ എന്താ? കോയിൻസിഡന്റ് പാരലൽ ലൈൻസ് എന്ന് പറഞ്ഞാൽ ഒരു ലൈനിന് മേലെ മറ്റൊരു ലൈൻ കൂടെ വലിക്കുകയാണെങ്കിൽ അതാണ് പാരലൽ ലൈൻസ്. അപ്പൊ നോൺ കോയിൻസിഡന്റ് പാരലൽ ലൈൻസ് എന്ന് പറഞ്ഞാൽ 2 വ്യത്യസ്ത പാരലൽ ലൈൻസ് ആണെന്ന് അർത്ഥം. അപ്പൊ ഈ 2 വ്യത്യസ്ത പാരലൽ ആയിട്ടുള്ള ലൈനുകൾ എവിടെയെങ്കിലും കൂട്ടിമുട്ടുമോ? ഇല്ല. എന്ന് പറയുമ്പോൾ അവയ്ക്ക് കോമൺ ആയിട്ടുള്ള പോയിന്റ് ഉണ്ടോ? ഇല്ല. എന്ന് പറയുമ്പോൾ സെറ്റ് ഓഫ് ഓൾ y such that y is a point common to any two non coincident parallel lines എന്ന് പറയുന്നതിനകത്ത് അംഗങ്ങളില്ല എന്ന് കിട്ടും. അതായത് അങ്ങനെ ഒരു പോയിന്റ് കണ്ടെത്താൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ആ സെറ്റ് എന്തായി? എംപ്റ്റി സെറ്റായി. 2 non-coincident parallel lines cannot have a common point. Hence, it is a null set. അടുത്തത് സെറ്റ് 0. കൂടുതൽ കുട്ടികൾ തെറ്റിക്കുന്ന ഒരു ചോദ്യമാണിത്. സെറ്റ് 0 എന്ന് പറയുന്നത് നൾ സെറ്റ് അല്ല. 0 കാണുമ്പോൾ അത് നൾ സെറ്റ് ആണെന്ന് പറയാൻ തോന്നും, പക്ഷെ ഇതിനകത്ത് ഈ സെറ്റിനകത്ത് 0 എന്നൊരു എലിമെന്റ് ഉണ്ട്. എംപ്റ്റി സെറ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് എലിമെന്റ്സ് ഉണ്ടാവാൻ പാടില്ല എന്ന് പറയുമ്പോൾ സെറ്റ് 0 എന്ന് പറയുന്നത് എംപ്റ്റി സെറ്റ് അല്ല എന്ന് കിട്ടും. ഇൻ സെറ്റ് 0, 0 is an element, hence it is not a null set. അതേപോലെ തന്നെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ചോദ്യമാണ് സെറ്റ് 5. സെറ്റ് 5 എന്ന് പറയുന്നതിനകത്ത് 5 എന്ന് പറയുന്നതിനകത്തൊരു എലിമെന്റ് ആണ്. 5 നൾ സെറ്റിന്റെ സിമ്പൽ ആണെങ്കിലും ഈ സെറ്റിനകത്ത് 5 എഴുതുമ്പോൾ 5 ഈ സെറ്റിലെ എലിമെന്റ് ആണെന്ന് കിട്ടും. ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് നോട്ട് എംപ്റ്റി. In set 5 is an element, hence it is not a null set. മനസ്സിലായല്ലോ? അടുത്തത് are the following pairs of set equal? താഴെ തന്നിരിക്കുന്ന സെറ്റുകൾ ഈക്വൽ ആണോ എന്ന് നോക്കണം. A is equal to set of all x is that x is the letter of the word follow. Follow എന്നുള്ള വാക്കിലെ ലെറ്റേഴ്സ് ഏതൊക്കെയാണ്? F ഉണ്ട്,
ഉണ്ട്, 2 O ഉണ്ടെങ്കിൽ നമ്മൾ സെറ്റിൽ എഴുതുമ്പോൾ ഒരെണ്ണം എഴുതുള്ളൂ. ഇവിടെ 2 L കൊടുത്തിട്ടുണ്ട്, പക്ഷെ സെറ്റിൽ എഴുതുമ്പോൾ ഒരെണ്ണം എഴുതുള്ളൂ. W, FOLW. അടുത്തത് B എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ എക്സ് എക്സ് ലെറ്റർ ഓഫ് ദ വേർഡ് വോൾഫ്. അതിനകത്ത് ലെറ്റേഴ്സ് WOLF. 2 സെറ്റുകളും നോക്കിയാൽ എലിമെന്റ്സ് എല്ലാം സെയിം ആണെന്ന് മനസ്സിലായി. അതുപോലെ നമ്പർ ഓഫ് എലിമെന്റ്സ് ഇവിടെ 4 ഇവിടെ 4. അപ്പോൾ രണ്ടും ഈക്വൽ സെറ്റുകളാണെന്ന് കിട്ടി. ക്ലിയർലി A is equal to B. അടുത്തത് ഫൈൻഡ് എ പെയർ ഓഫ് ഈക്വൽ സെറ്റ്സ് ഇഫ് എനി ആൻഡ് ഗിവ് റീസൺസ്. A is equal to സെറ്റ് 0. B എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ എക്സ് എക്സസ് ഗ്രേറ്റർ ദാൻ 15 ആൻഡ് എക്സസ് ലെസ് ദാൻ 5. 15നേക്കാൾ കൂടുതലും ആയിരിക്കണം, 5നേക്കാൾ ചെറുതുമായിരിക്കണം. അങ്ങനെയുള്ള സംഖ്യകൾ കണ്ടുപിടിക്കാൻ പറ്റില്ല. There is no number which is both greater than 15 and less than 5. Hence B is an empty set. B is equal to set empty set ആണ്. മൂന്നാമത്തെ C തന്നിരിക്കുന്ന സെറ്റ് ഓഫ് ഓൾ എക്സ് മൈനസ് 5 is equal to 0. എക്സ് മൈനസ് 5 is equal to 0 എന്ന് പറഞ്ഞാൽ x is equal to 5 ആണ്. അപ്പൊ C എന്ന് പറയുന്നത് സെറ്റ് 5 ആണെന്ന് കിട്ടും. D is equal to set of all x square is equal to 25. x square 25 എന്ന് പറയുമ്പോൾ എക്സിന്റെ വില -5 ആകാം +5 ആകാം. കാരണം -5ന്റെ സ്ക്വയറും 25 ആണ്, 5ന്റെ സ്ക്വയറും 25 ആണ്. അപ്പൊ ഡിയിലെ എലിമെന്റ്സ് -5ഉം 5ഉം ആണ്. ഇനി എയും ബിയും ഈക്വൽ സെറ്റുകളാകുമോ? എ എന്ന് പറയുന്നത് സെറ്റ് 0 ആണ്, ഒരു എലിമെന്റ് ഉണ്ട്. ബി എന്ന് പറയുന്നത് എംപ്റ്റി സെറ്റ് ആണ്. അപ്പൊ എയും ബിയും തുല്യമാകില്ല. A not equal to B since A is singleton and B is empty. എയും സിയും തുല്യമാകുമോ? എ എന്ന് പറയുന്ന സെറ്റ് 0, സി എന്ന് പറയുന്ന സെറ്റ് 5. രണ്ടിലും ഓരോ എലിമെന്റ്സ് വീതമാണുള്ളത്, പക്ഷേ എലിമെന്റ്സ് വ്യത്യസ്തമല്ലേ? ഇവിടെ 0 ആണ്, ഇവിടെ 5 ആണ്. അപ്പോൾ A not equal to C since the elements are different. അടുത്തത് എയും ഡിയും ഈക്വൽ ആണോ? എയില് ഒരു എലിമെന്റ്, ഡിയില് 2 എലിമെന്റ്സ് ഉണ്ട്. അപ്പൊ A not equal to D ആണ്. A not equal to D since A is singleton and while D has 2 elements. ബിയും സിയും തുല്യമാണോ? ബി എംറ്റി ആണ്, സി സിംഗിൾട്ടൺ ആണ്. അപ്പൊ ബിയും സിയും തുല്യമല്ല എന്ന് കിട്ടും. ബി നോട്ട് ഈക്വൽ ടു സി സിൻസ് ബി ഇസ് എംറ്റി ആൻഡ് സി ഇസ് സിംഗിൾട്ടൺ. ബിയും ഡിയും തുല്യമാണോ? ബി എംറ്റി സെറ്റ്, ഡി 2 എലിമെന്റ്സ് ഉള്ള സെറ്റ്. അപ്പൊ ബി ഈക്വൽ ടു ഡി അല്ല. ബി ഇസ് നോട്ട് ഈക്വൽ ടു ഡി സിൻസ് ബി ഇസ് എംറ്റി ആൻഡ് ഡി ഹാസ് 2 എലിമെന്റ്സ്. സിയും ഡിയും തുല്യമാണോ? സിയിൽ 5 ഉണ്ട്, ഡിയിൽ 5 ഉണ്ട്. പക്ഷേ ഡിയിൽ ഒരു എലിമെന്റ് കൂടുതലുണ്ട് എന്ന് പറയുമ്പോൾ അവിടെ നമ്പർ ഓഫ് എലിമെന്റ്സ് വ്യത്യസ്തമാണ് അല്ലേ? അപ്പൊ സി നോട്ട് ഈക്വൽ ടു ഡി ആണ്. C not equal to D since C is singleton and D has 2 elements. Thus, no pair of given sets are equal. Try these questions തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം is the set of all prime numbers between 23 and 29 are all set. 99ന് താഴെയുള്ള, അതായത് 100ൽ താഴെയുള്ള പ്രൈം നമ്പേഴ്സ് എല്ലാം നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ലിസ്റ്റ് ഔട്ട് ചെയ്തതാണ്. അപ്പോൾ 23ക്കും 29നും ഇടയ്ക്ക് പ്രൈം നമ്പേഴ്സ് ഉണ്ടെങ്കിൽ അതെടുത്ത് എഴുതി അത് സെറ്റായിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ സെറ്റ് നൾ സെറ്റ് ആണോ അല്ലയോ എന്ന് വെരിഫൈ ചെയ്യണം. വിച്ച് ഓഫ് ദി ഫോളോയിങ് സെറ്റ്സ് ആർ ഫൈനൈറ്റ് ആൻഡ് ഇൻഫിനിറ്റ്? താഴെ പറയുന്നതിൽ ഏതൊക്കെയാണ് ഫൈനൈറ്റ് സെറ്റ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് ഇൻഫിനിറ്റ് സെറ്റ് എന്ന് പറയണം. ഒന്നാമത്തെ ചോദ്യം സെറ്റ് ഓഫ് ഓൾ സർക്കിൾസ് സെന്റർഡ് ഓൺ ദ ഒറിജിൻ. സെന്റർ 0 0 വരുന്ന സർക്കിൾസിന്റെ സെറ്റ് അത് ഫൈനൈറ്റ് ആണോ ഇൻഫിനിറ്റ് ആണോ എന്ന് പറയുക. രണ്ടാമത്തത് സെറ്റ് ഓഫ് ഓൾ ലൈൻസ് പാരലൽ ടു എക്സ് ആക്സിസ്. നിങ്ങൾ ഗ്രാഫ് വരയ്ക്കാൻ പഠിച്ചിട്ടുള്ളവരാണ്. ഇപ്പൊ എക്സ് ആക്സിസും വൈ ആക്സിസും വരയ്ക്കാൻ അറിയാം. എക്സ് ആക്സിസ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ആയിട്ട് വരയ്ക്കുന്ന ലൈനാണ്. ആ എക്സ് ആക്സിസിന് പാരലായിട്ട് വരയ്ക്കാൻ പറ്റുന്ന ലൈനുകളുടെ സെറ്റ് അത് ഫൈനൈറ്റ് ആണോ ഇൻഫിനിറ്റ് ആണോ എന്ന് പറയുക. വിച്ച് ഓഫ് ദി ഫോളോയിങ് സെറ്റ് ആർ ഈക്വൽ സെറ്റ്? ഈക്വൽ സെറ്റുകളാണോ അല്ലയോ നോക്കണം. A is equal to set of all x is a multiple of 10. 10ന്റെ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാണ്? 10, 20, 30, 40 അങ്ങനെ വരുന്നത്. ബി എന്ന് പറയുന്നത് 10, 15, 20, 25, 30 അങ്ങനെ പോകുന്നു. ഈ 2 സെറ്റുകൾ ഈക്വൽ ആണോ എന്ന് പറയണം. അടുത്തത് സെറ്റ് A is equal to set of all x is a real number and x square equal to 25. x ഒരു റിയൽ നമ്പർ ആവണം, x square 25 വരികയും വേണം. അതുപോലെ ബി എന്ന് പറയുന്നത് സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പർ, സെറ്റ് ഓഫ് ഓൾ x is a നാച്ചുറൽ നമ്പർ ആൻഡ് x square equal to 25. x നാച്ചുറൽ നമ്പർ ആയിരിക്കണം, നാച്ചുറൽ നമ്പറിന്റെ സ്ക്വയർ 25 വരികയും വേണം. അങ്ങനെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ 2 സെറ്റുകൾ തുല്യമാണോ എന്ന് പറയുക.